രാത്രി കാലങ്ങളിൽ മുതിർന്ന കുട്ടികൾ പലപ്പോഴും അറിയാതെ ബെഡിൽ മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല പേരൻസിനും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 5 വയസ്സ് ആകുമ്പോഴത്തേക്കും കുട്ടികൾ ഡ്രൈ ബൈ നൈറ്റ്, അതായത് ബ്ലാഡർ കൺട്രോൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യേണ്ടതാണ്. പക്ഷെ 5 വയസ്സിന് ശേഷം കുട്ടികൾ അറിയാതെ മൂത്രം ഒഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നൊക്ടേണൽ എന്യൂറിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമേ പല പേരൻസും മരുന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യമേ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. ബിഹേവിയർ പതുക്കെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കുട്ടികളെ ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുക, അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകളും കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ ഉപദേശിച്ചു എന്ന് വെച്ചിട്ട് നാളെ മുതൽ കുട്ടി നന്നാവൂല എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഒരിക്കലും ഒരു കുട്ടി മനഃപൂർവ്വം അല്ല രാത്രി ഉറങ്ങുന്ന ഒരു ടൈമിൽ യൂറിൻ പാസ് ചെയ്യുന്നത്. കുട്ടി അറിയാതെ ചെയ്തു പോകുന്നതാന്നുള്ളത് പേരൻസ് മനസ്സിലാക്കുക. ഇപ്പോൾ വളരെ ക്ഷമയോടുകൂടി വേണം ഇത് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ആയിരിക്കുമല്ലോ ഇത് കറക്റ്റ് ആവുന്നത്, കുറച്ച് മാസങ്ങൾ എടുക്കും എന്നുള്ളത് മനസ്സിലാവുക. വളരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് അവരുടെ ഡേ ടൈമിൽ അവരെങ്ങനെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും മിക്ക കുട്ടികളും. അപ്പോൾ അവർ റെഗുലറായിട്ട് സ്കൂളിൽ വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട്, യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ അവരുടെ വെള്ളത്തിൻ്റെ ഇൻടേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 to 1.2 ലിറ്റേഴ്സ് ഒരു ദിവസം വെള്ളം അവർക്ക് കൊടുക്കാം. അപ്പോൾ അതിൽ ഒരു 40% വെള്ളം പകൽ സമയങ്ങളിൽ കൊടുക്കുക, ഉച്ച സമയത്ത് ബാക്കി 40%, രാത്രി ഒരു 5 മണിക്ക് ശേഷം ഒരു 20%. പിന്നെ ഭയങ്കര കെഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, കോഫി പോലത്തത്, പിന്നെ ഭയങ്കര ഷുഗർ അടങ്ങിയിട്ടുള്ള ജ്യൂസുകൾ, ഈ പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ടി പോലത്തെ ഡ്രിങ്ക്സ്, അതെല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ കുട്ടിയെ ബാത്റൂം പോയി യൂറിൻ പാസ് ചെയ്യുന്നൊരു ശീലം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കുട്ടി തന്നെ സ്വയം ബാത്റൂമിൽ പോയി ഉറങ്ങുന്നതിന് മുന്നേ യൂറിൻ പാസ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കാം. കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ കുട്ടിയെ വഴക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന ബാത്റൂം യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പതുക്കെ കുട്ടി തന്നെ സ്വയം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കുട്ടിയെ എൻകറേജ് ചെയ്യുക, നല്ല വാക്കുകൾ പറയുക, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടിയും വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിൽ. നിങ്ങളിനി ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും ഇത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചില അലാംസ്, എന്യൂറിസിസ് അലാം എന്ന് പറയും. അതായത് അതിൻ്റെ ഒരു സെൻസർ പോർഷൻ ഉണ്ട്, അത് അണ്ടർഗാർമെൻറ്റിൽ കണക്ട് ചെയ്യും. ആ ഒരു സെൻസർ ഒരു അലാമിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അണ്ടർഗാർമെൻറ്റ്സ് വെറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു അലാം ട്രിഗർ ആവുകയും കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീക്കുക, ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം. അങ്ങനത്തെ അലാംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതും വർക്ക് ആയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ യൂസ് ചെയ്യാറ്.